ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ നിമിഷങ്ങളിലായിരിക്കുന്നത്. ഭാരതത്തിലാകമാനം ആഗതമാകുന്ന ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ഒരുക്കം കാണാനുണ്ട്. കടകളിലും കമ്പോളങ്ങളിലുമൊക്കെ ഭാരതത്തിൻ്റെ ചെറുതും വലുതുമായ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന കൊടികൾ, തോരണങ്ങൾ, പിന്നെ മറ്റോരോ ഇടങ്ങളിലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, ലേഖനങ്ങളും അതോടൊപ്പം തന്നെ ഗാനങ്ങളുമൊക്കെ ഈ നാളുകളിൽ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ ഒരു അഭിമാനബോധം നമ്മളിലെല്ലാവരിലും ഉണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ ഏറുന്ന ചില സങ്കടങ്ങൾ നമുക്കുണ്ടെന്നുള്ളത് മറച്ചു വെക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഭാരതം എന്ന് പറയുമ്പോഴും, സ്വതന്ത്രയായ ഭാരതം എന്ന് പറയുമ്പോഴും, അതിലുപരി ഇന്നും അനുഭവിക്കുന്ന ചില അടിമത്തത്തിൻ്റെ ചിന്തകൾ നമ്മളെ വല്ലാതെ ഗ്രസിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു സത്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 15 മറ്റൊരു വലിയ പ്രത്യേകത കൂടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു പോകുന്ന അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ളതായ ചിന്തകൾ അത് രൂപപ്പെട്ടു വന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള ചിന്ത. അതാണ് പിന്നീട് പരിശുദ്ധ സിംഹാസനം, പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് എന്നുള്ള വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഓർക്കുകയാണ്, ഈ രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു അമ്മയുടെ ഒരു റോളുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ഈ അമ്മയുടെ ഉദരത്തിൽ 9-10 മാസങ്ങളായിരുന്ന ഒരനുഭവത്തിൽ നിന്ന്, ഒരവസ്ഥയിൽ നിന്ന് ഈ ഭൂമിയെ ഒന്ന് കാണാൻ മാത്രം ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന ഒരവസ്ഥയുണ്ട്, ഒരു സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൽ ആരംഭിക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ പിന്നീടുള്ള വളർച്ച മുഴുവൻ. അമ്മച്ചി മരിച്ചിട്ട് 14 വർഷത്തോളമായി. ഞാൻ ഓർക്കുകയാണ്, അമ്മയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് ചിന്തകൾ. അതുകൊണ്ടാണ് ഞാനങ്ങനെ സൂചിപ്പിച്ചു വെച്ചത്. കാരണം ജീവിതത്തെ ഇങ്ങനെ വളർത്തി, ജീവിതത്തിൽ എന്നെ അലട്ടിയിരുന്ന ഒരുപാട് ഭയം, പലതരത്തിലുള്ളതായ അടിമത്തം, ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ പര്യാപ്തമായിട്ട് തീർന്നത് ഒരമ്മയുടെ സ്നേഹപൂർവമായ ലാളനം, ഒരമ്മയുടെ കരുതൽ, ഒരമ്മയുടെ എന്നെ സ്നേഹിച്ചും ശിക്ഷിച്ചുമൊക്കെയുള്ള ആ ഒരു വളർത്തൽ, ഇതിലൂടെയൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ട്. ഒരമ്മയുടെ പരിലാളനയുടെ ഒരു കരം അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുള്ളത് ഓർക്കുകയാണ്. എത്രയോ തരത്തിലുള്ള ഒരടിമത്തങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഭയം, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് മരിച്ചവരെ കുറിച്ചൊക്കെയുള്ള ഭയം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ഒരു വല്ലാത്ത ഭയപ്പാടാണ്. അത് കൂടുതൽ പരിചയമുള്ളതാകുന്നതനുസരിച്ച് തന്നെ നടക്കാൻ പേടിയാ, രാത്രി ഉറക്കമില്ല. ഈ ഒരു ഭയത്തിൻ്റെ അടിമത്തങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറുന്നത് സത്യത്തിൽ അമ്മയുടെ സ്നേഹപൂർവമായ ഉപദേശങ്ങൾ, അമ്മ നൽകുന്ന നിർദ്ദേശങ്ങൾ, അമ്മയുടെ പ്രാർത്ഥനകൾ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക നിൻ്റെ ഭയം മാറും എന്നൊക്കെ പണ്ട് കൺവെൻഷനുകളൊക്കെ പറഞ്ഞു കേട്ട ഒരുപാട് കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്ന ചില നന്മയുടെ മന്ത്രങ്ങൾ, ഇതൊക്കെയാണ് സത്യത്തിൽ ഒരുപാട് തരത്തിലുള്ള ഭയത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ മരണത്തെക്കുറിച്ചുള്ള അമിതമായ ഭയത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഉപരി പ്രസംഗിക്കാനായിട്ടുള്ള ഭയം, ഒന്നും വേണ്ട,
മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് നിന്ന് സംസാരിക്കാൻ ഞാൻ അനുഭവിച്ചിരുന്ന ഭയപ്പാട്, ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്നേഹപൂർവമായ വാക്കുകൾ, ആ കരുതൽ, അമ്മ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഉപരി പ്രാർത്ഥനകൾ, ഇതൊക്കെ എനിക്ക് പിൻബലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇത് പറഞ്ഞു വെക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ സത്യത്തിൽ പരിശുദ്ധ അമ്മയുടെ, നമ്മുടെ എല്ലാവരുടെയും ഒരമ്മയുടെ സാന്നിധ്യം, സാമീപ്യം എത്രമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഈ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ വിശ്വസിക്കുകയാണ്, ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പരിശുദ്ധ അമ്മയോളം പ്രാപ്തയായ മറ്റൊരു വ്യക്തിത്വമില്ല. പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും ധാരാളം അധ്വാനം, ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ മക്കളുടെ മേൽ ഭാരമുള്ള ഒരു നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാരമുള്ള നുകം ഒന്ന് എടുത്തു മാറ്റപ്പെടണമെങ്കിൽ എങ്ങോട്ട് നയിക്കപ്പെടണം? സർവരുടെയും മാതാവ്. അതാരാ? നമുക്കറിയാം, നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമാതാവ്. സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ള നുകം ഒരു അടിമത്വം അല്ലേ? ഈ നുകം ഒന്ന് എടുത്തു മാറ്റണമെങ്കിൽ നമുക്ക് ഈ അമ്മ വേണം. അതുകൊണ്ട് വിശ്വസിക്കണം പൂർണ്ണമായിട്ടും, ഈ അമ്മ ജീവിതത്തിൻ്റെ നുകം എടുത്തു മാറ്റുന്നതാണ്. ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ അതിൻ്റെ 288-ാമത്തെ നമ്പറിൽ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. ഒരു നവ്യലോക നിർമ്മിതി നമുക്ക് സാധ്യമാകുന്നത് മറിയത്തിൻ്റെ മധ്യസ്ഥം വഴി മാത്രമാണ്. സുന്ദരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു നവ്യലോക നിർമ്മിതി. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാരതത്തിൻ്റെ ഇന്ന് അനുഭവിക്കുന്നതായ ചില അടിമത്തത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് പോലുമുള്ള മോചനം, ഒരു നവ്യലോകത്തിൻ്റെ നിർമ്മിതി നമുക്ക് സാധ്യമാകുന്നത് മറിയത്തിലൂടെയാണെന്ന്. അതുകൊണ്ട് ഈ അമ്മയുടെ മധ്യസ്ഥം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തോടടുക്കുന്ന ഈ ദിനങ്ങളിൽ ഏറെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് നമുക്ക് നേടിയെടുക്കാം എന്നെനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ വഴിയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജീസസ് ഫ്രട്ടേണിറ്റി അഥവാ യേശു സഹോദരി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജയിലുകൾ അവധിക്കാലത്ത് സന്ദർശിക്കും. ആ അവസരത്തിൽ വളരെ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ ഒരു ജയിൽ കവാടത്തെങ്കിലെത്തി. അവിടെ ഒന്ന് പ്രവേശിച്ച് ആ ജയിൽ പുള്ളികളെ കണ്ടെന്ന് സംസാരിക്കുക, അവരുടെ മുമ്പിൽ ഞങ്ങളുടെ കൊച്ചു പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക, അവരുടെ മനസ്സിൽ ഒരു സച്ചിന്ത കൊടുക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അങ്ങനെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഇന്നിവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതുമാത്രമല്ല, അവിടെ ഇന്ന് വേറെ ചില ജോലികളിലാണ് അവർ, അതുകൊണ്ട് ഒരു കാരണവശാലും പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമായി. കാരണം ഒത്തിരിയേറെ ദിവസം ഉപവാസം, പ്രാർത്ഥന, പരിത്യാഗ പ്രവൃത്തികൾ ഇതൊക്കെ കഴിഞ്ഞാണ് പല ജയിലുകൾ സന്ദർശിക്കുക. അങ്ങനെ ബഹുദൂരെ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പ്രവേശിക്കാനേ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. ഈ യേശു സാഹോദര്യത്തിലെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ആ ജയിൽ കവാടത്തിൽ നിന്ന് കൈകോർത്ത് പിടിച്ച് കൊന്തയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, മുഴുവൻ യുവാക്കളാണല്ലോ, ഒരുമിച്ച് ചേർന്ന് ഒരു 10-12 പേര് കൈകോർത്ത് പിടിച്ച് കൊന്തയില്ലുക. ആ സമയത്ത് അതിലെ കടന്നു പോകുന്നവർ ഈ ഞങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ കൈകോർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഇടയ്ക്കൊന്ന് നോക്കും, ഇവന്മാരെന്നെ ഇവിടെ പരിപാടി നടുക്ക് എന്നാ ഉള്ളത് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. സത്യത്തിൽ ഞങ്ങൾക്കറിയാം അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മ പരിശുദ്ധ അമ്മയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ജപമാല പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും ചെന്നു സൂപ്രണ്ടിൻ്റെ അടുത്ത്. എന്നിട്ട് ചോദിച്ചു, സാറേ, ഞങ്ങൾ ഈ തടവറക്കാരെന്ന് കണ്ടോട്ടെ. അദ്ദേഹം ഞങ്ങളോട് അല്പം പരുഷമായിട്ട് സംസാരിച്ചു. നിങ്ങളോടല്ല മുമ്പ് പറഞ്ഞത് ഇന്നിവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന്. സ്നേഹമുള്ളവരെ, വീണ്ടും വന്ന് അടുത്ത ഒരു രഹസ്യം ചൊല്ലി തുടങ്ങുക.
അങ്ങനെ അടുത്തൊരു രഹസ്യം പൂർത്തിയാക്കി വീണ്ടും അടുത്ത 2 പേര് പോയി. അപ്പോൾ വേറൊരു വ്യക്തി അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഇന്നൊന്ന് പ്രവേശിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു കാരണവശാലും പറ്റത്തില്ല. സ്നേഹമുള്ളവർ, തിരിച്ചു വന്ന് വീണ്ടും ഞങ്ങൾ അടുത്ത ഒരു ജപമാലയിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ കൈകോർത്ത് പിടിച്ച് അടുത്ത ജപമാല ത്യാഗമെടുത്ത് കൈ ഉയർത്തി കൈകോർത്ത് പിടിച്ച് ചെല്ലി പ്രാർത്ഥിച്ച് അടുത്ത 2 പേര് ചോദിക്കാനായിട്ട് ചെല്ലുവാണ്. പേടിയുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇത്രയും അവർ പരുഷമായിട്ട് പോലും പറഞ്ഞു വിട്ടിട്ട് വീണ്ടും പോയി ചോദിക്കാനുള്ള ധൈര്യമില്ലേ. എന്നിട്ട് അങ്ങനെ പോയി ഒരു ധൈര്യം സംഭരിച്ച് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു 20 മിനിറ്റ് സമയം തരാം. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം അവിടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്ന് കയറിപ്പറ്റുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്ത കാര്യമാണ്. സ്നേഹമുള്ളവർ, അവിടെ കയറിപ്പറ്റി 20 മിനിറ്റ് സമയം പറഞ്ഞെടുത്ത് 3/4 മണിക്കൂർ സമയമായിട്ടും ഞങ്ങളോട് ഇറങ്ങിപ്പോകാനായിട്ട് അവർ പറയുന്നില്ലെന്ന് മാത്രമല്ല, വലിയ സന്തോഷത്തിലാണ്. കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമുകളും കഴിഞ്ഞ് എല്ലാ സന്ദേശവും കൊടുത്ത് അവരിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങളുടെ ആ എളിയ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ ജയിൽ സൂപ്രണ്ട് ഞങ്ങളെ ഒരുപാട് അനുമോദിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. സ്നേഹമുള്ളവർ, ഞാനന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ചില തുറക്കപ്പെടാൻ സാധിക്കാത്തതായ പൂട്ടുകളൊക്കെ, ചില ചങ്ങലകളൊക്കെ, ചില വിലങ്ങുകളൊക്കെ തുറക്കപ്പെടണമെങ്കിൽ ഒരു മധ്യസ്ഥം വേണം. അത് മറ്റാരുടെയല്ല, അത് പരിശുദ്ധ അമ്മയുടെയാണ്. ജപമാല എന്നത് തുറക്കാൻ പറ്റാത്ത പല പൂട്ടുകളും തുറക്കുന്ന ഒരു താക്കോലാണെന്ന് സ്നേഹമുള്ളവർ ഞാൻ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഒത്തിരി ഹൃദയ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഈ അമ്മയെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ. പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുന്ന സത്യം എന്താ? ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ ജഡത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു ജീവിതം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വളർച്ച ഈശോ ഓർമ്മിപ്പിച്ചു വെച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നമുക്കൊക്കെ അറിയാം, യഥാർത്ഥത്തിൽ ഒരു പാപം നമ്മളെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ടില്ലേ? എന്തൊക്കെയോ ഒരു ശക്തിക്കുറവ്, എവിടെയൊക്കെയോ ഒരു പോരായ്മ, മനസ്സിൽ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെടാറുണ്ട്. ഒരു നല്ല മനസാക്ഷിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാപാവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് സ്വതന്ത്രമാകുന്ന എപ്പോഴാണ്? നമുക്കൊക്കെ അറിയാം, ഒരു കുമ്പസാരം എന്ന കൂദാശ വഴി നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. ഈ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തെ കണ്ടുമുട്ടാൻ പര്യാപ്തമാക്കി തീർക്കുന്നത്. ഈ ദൈവത്തെ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള കണ്ടുമുട്ടലാണ് യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത്. പാപത്തിൻ്റെ കറയേശാത്ത അമലോത്ഭവയായ ഒരമ്മ, ആ അമ്മയുടെ ശരീരം ഈ ലോകത്തിൽ ഈ മണ്ണിൽ അഴുകപ്പെടാനായിട്ടുള്ളതല്ല എന്ന് നിശ്ചയിച്ച ദൈവം അവളെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു. അതാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ നിദ്ര എന്ന പേരിലാണ് ആദ്യകാലഘട്ടങ്ങളിൽ ഈ സ്വർഗാരോപണം ആഘോഷിച്ചിരുന്നത്, ആചരിച്ചിരുന്നത് എങ്കിൽ പിന്നീട് സഭ അതിനെ ഔദ്യോഗികമായി സ്വർഗാരോപണ തിരുനാളായിട്ട് പ്രഖ്യാപിച്ചു. ഏറെ സന്തോഷമുണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ. കാരണം അമ്മ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അമ്മയുടെ ആ സ്തോത്രഗീതം എന്ന് പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണെന്ന് ഓർക്കണം. സ്നേഹമുള്ളവർ, നമുക്കൊക്കെ ഒരു ഹൃദയത്തിൻ്റെ സന്തോഷം തോന്നുമ്പോഴാണ് ഒരു സ്തോത്രഗീതം, ഒരു പാട്ട് പാടാൻ പറ്റുന്ന എപ്പോഴാണ്? ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ഒരു തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? മനസ്സിനൊരു സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു പ്രകടനമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സ്തോത്രഗീതം. അതുകൊണ്ട് ഈ അമ്മ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധ പിതാവ് ഈ നാളുകളിൽ പുറപ്പെടുവിച്ച അപ്പസ്തോലിക ആഹ്വാനമാണല്ലോ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ.
സ്നേഹമുള്ളവരെ, ഈ ആനന്ദിച്ച ആഹ്ലാദം നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം? ഒരു സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വെക്കും, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. കാരണം ഭയത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ അടിമത്തത്തിലായിരുന്ന ആ അപ്പസ്വലന്മാർ, പരിശുദ്ധ അമ്മ അവരെ ചേർത്തിരുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് പ്രാപിച്ചപ്പോഴാണ് ഭീരുത്വത്തിൻ്റെ അടിമത്തം വിട്ടുമാറിയത്, നിരാശയുടെ അടിമത്തം വിട്ടുമാറിയത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പോയി ക്രിസ്തു സാക്ഷികളായി ജീവിക്കാൻ മാത്രം അവരുടെ ജീവിതം പര്യാപ്തമായിട്ട് തീർന്ന എപ്പോഴാ? മറ്റൊരിക്കലും അല്ല. ആ സിഹിയോൻ മാളികയിൽ അമ്മയോട് മറ്റ് സ്ത്രീകളോട് ചേർന്നുള്ള ആ ഒരു കൂട്ടായ്മയിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്നിരിക്കണം അമ്മയോട്. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടണം. പാപത്തിൻ്റെ അടിമത്തമില്ലാത്ത ശക്തിയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഈ അമ്മയുടെ മധ്യസ്ഥം, സഹായം നമുക്ക് അനിവാര്യമാണ്. ഈ അമ്മ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നമ്മൾ ഓർക്കണം, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നാ? അതാണ് ഗബ്രിയേൽ ദൂതൻ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് ആ നിമിഷം ആ അമ്മ അസ്വസ്ഥയായി എന്ന വചനത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ വീണ്ടും ആ അസ്വസ്ഥതകളൊക്കെ വിട്ടുമാറിയതെപ്പോഴാണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൂതൻ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ്. പിന്നെ അമ്മ വേറൊന്നും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ അമ്മ ഏറ്റുപറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. സ്നേഹമുള്ളവരെ, ഇതൊരടിമത്വമല്ല കേട്ടോ, ഇത് ദൈവ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വളർച്ചയാണ്. അതാണ് പിന്നീട് നമ്മൾ ജീവിതത്തിൽ മുഴുവൻ കണ്ടെത്തുന്നത്. ഈ അമ്മയുടെ ജീവിതം കടന്നു പോകുന്ന എത്രയോ തരത്തിലുള്ള സഹനത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. കാരണം പുത്രന് പിറക്കാനൊരു ഇടമില്ല. അവിടെ ഈ അമ്മ ഒരുപക്ഷെ അനുഭവിക്കാവുന്ന ഒരടിമത്തമുണ്ട്. എന്ത്? നമ്മളൊക്കെ ആണെങ്കിൽ വിശ്വാസരാഹിത്യത്തിൻ്റെ ഒരു അടിമത്തം അവിടെ അനുഭവിക്കും. ദൈവപുത്രനാണെങ്കിൽ പിറക്കാൻ സ്ഥലം ഉണ്ടായില്ലേ? ആരാ അസ്വസ്ഥപ്പെടാത്ത സ്നേഹമുള്ളവരെ? പക്ഷെ അമ്മ വിശ്വസിച്ചവർ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ജീവിതം മുഴുവൻ എഴുതി കൊടുത്തിരിക്കുക. ആ സ്വാതന്ത്ര്യത്തോടെയാണ് പിന്നെ മുമ്പോട്ടുള്ള പോക്ക്. പിന്നീട് നമ്മൾ ഓർക്കണം, ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അതാ, ഈ പിറന്ന ദൈവപുത്രനെ സംരക്ഷിക്കാൻ പിന്നീടൊരു പരക്കം പാച്ചില. കാരണം എന്നാ? അവിടെ പറഞ്ഞു വെക്കുകയാണ്, ദേ ശിശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് വരുന്നു, എടുത്തോണ്ട് ഓടുക അടുത്ത സ്ഥലത്തേക്ക്. അവിടെ ചെന്നപ്പോൾ വീണ്ടും പറഞ്ഞു, അവൻ മരിച്ചു കഴിഞ്ഞു, വേറെ സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക്. ഈ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴികളിലൂടെ മുഴുവൻ കടന്നു പോകുന്ന ഒരമ്മ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. എന്താ സ്വാതന്ത്ര്യം? ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞത് സ്നേഹമുള്ളവരെ, ഇന്ന് അസ്തമിച്ചു പോകുന്നത് അതാ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തളർന്നു പോകാനുള്ള കാരണം എന്താ? ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു വിശ്വാസത്തിന് ആഴം നമുക്കില്ലെന്ന് നമ്മൾ ഓർക്കണം. ഈ നാളുകളിലൊക്കെ കൂദാശകളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുള്ള കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ളതായ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ പരത്തുമ്പോൾ അതിൽ അസ്വസ്ഥരാകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഓർക്കെ, വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൻ്റെ കുറവല്ലേ ഇപ്രകാരമൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഈ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും അല്പം കൂടെ സ്വതന്ത്രമായിട്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഒരു മാധ്യമത്തിൻ്റെ അടിമത്തത്തിലല്ല, മറിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാൻ. അത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ്. അതുകൊണ്ട് ആ ചിന്താഗതിയോടുകൂടെ, ആ വിശാലതയോടുകൂടെ നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധ അമ്മയെപ്പോലെ. വീണ്ടും നമ്മൾ ഓർക്കണം, പരിശുദ്ധ അമ്മ ഈ ശിശുവായ യേശുവിനെ എടുത്ത് ദേവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ ശമീഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഞെട്ടിക്കുന്ന വാക്കാണ്, നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. ഈ കൊച്ച് നിനക്ക് അപകടകരമാണെന്ന്. അമ്മ തളരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം. വീണ്ടും ഈ പുത്രൻ ഭവനത്തിൽ നിന്ന് പരസ്യ ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്മാവിൽ പ്രേരിതമാകുന്ന പുത്രൻ്റെ പ്രവർത്തനങ്ങളിൽ ചിലർ വന്ന് പറയുന്നുണ്ട്, ദേ അവന് സുബോധം നഷ്ടപ്പെട്ടു. അമ്മ ഓടിയെത്തുന്നുണ്ട് പുത്രൻ്റെ അടുത്ത്. ചെന്നെത്തുമ്പോൾ എന്താ പറയുക? ആരാ എൻ്റെ അമ്മ? സത്യത്തിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ഞെടുക്കമുണ്ടാകേണ്ടതാ അല്ലേ? പക്ഷേ അമ്മയ്ക്കില്ല. കാരണം അമ്മയ്ക്ക് വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടും കുരിശിൻ്റെ വഴികളിലൂടെ പുത്രൻ കടന്നു പോകുന്ന വാർത്തയറിഞ്ഞ് ഓടിയെത്തുമ്പോൾ
ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനായി തീർന്ന സ്വന്തം പുത്രൻ പോകുന്ന കാഴ്ച ഒരമ്മയുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ആ കുരിശിന് ചുവട്ടി നിൽക്കുമ്പോൾ ഒരമ്മ തളരുന്നതാണ്. സ്നേഹമുള്ളവരെ, അമ്മ അവിടെ കരയാതെ തളരാതെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട അതിലൂടെ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാനും നിങ്ങളും കടന്നു വരാനായിട്ട് ഇനിയുമുള്ളത് ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ്. നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. പരിശുദ്ധ പിതാവ് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് പോലെ ഒരു നവലോക പിറവിക്കായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിരുന്ന സ്നേഹത്തോടെ നമ്മളെയും നമ്മുടെ നാടിനെയും എല്ലാം കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ അമ്മയുടെ മധ്യസ്ഥം തേടി ഒന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ ഒരു നിമിഷം ശാന്തമാക്കി കണ്ണുകളൊന്നടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള നല്ല ദൈവമേ, അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പാപത്തിൻ്റെ കറയശാതെ ജീവിച്ച ആ അമ്മയെ സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കാൻ മാത്രം അവിടുന്ന് തിരുമനസ്സായല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ 12 നക്ഷത്രങ്ങളുടെ കിരീടം ചൂഴിയ, സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മയുടെ അധികാരമുള്ള ശക്തി വഴി സാധ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവേ, ഈ അമ്മയുടെ മധ്യസ്ഥ സഹായം വഴി ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്ന് അടിമപ്പെടുത്തുന്ന സകല തരത്തിലുള്ള തിന്മയുടെ പ്രലോഭനങ്ങളെയും വിശ്വാസത്തിൽ നിന്ന്, ജീവിത നന്മയിൽ നിന്ന്, ജീവിത വിശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന എല്ലാ പാപപ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കരുത്തും ശക്തിയും തരണമേ. തിന്മയെ അതിജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഭാരതനാടിനെ പ്രത്യേകമായ വിധത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ ഭരണാധികാരികളെയും അതിൻ്റെ ഉദ്യോഗസ്ഥരെയും സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മ വഴി അവരുടെ ഓരോ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ നാട് ഉത്തരോത്തരം കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാൻ, ഞങ്ങളുടെ നാടിനെ ഇന്ന് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാട് വിമുക്തി പ്രാപിക്കുവാൻ, ഒരു നവ്യലോകമായി ഞങ്ങളുടെ ഈ ഭാരതം കൂടുതൽ അഭിവൃദ്ധിയുടെ, വളർച്ചയുടെ നാടായി മാറുവാൻ, അതുവഴി ഒരു സമാധാനവും സ്നേഹവും ഐക്യവും ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവമേ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്ന എല്ലാ യാചനകളും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗാരോപിതയായ അമ്മേ, അമ്മയുടെ സഹായം മധ്യസ്ഥവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളുടെ ബലഹീന ജീവിതങ്ങൾ വിശുദ്ധിയിൽ ആഴപ്പെടുവാൻ, ചൈതന്യത്താൽ നിറയാൻ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ പാപത്തിൻ്റെ അടിമത്തങ്ങളെ വിട്ടുപേക്ഷിക്കാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കാനായി അമ്മ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകണമേ. അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആഗതമാകുന്ന സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഈ അമ്മ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.